കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നവാസേ, നാളെ 8:30 മണിയാകുമ്പോൾ സൈറ്റിലെത്തണം. ഞാനാ നീ എന്തായാലും നോക്കണം, ഞാൻ എത്തിക്കോളാം. 8:35 ആയ നീ പിന്നെ നാളെ പണിക്ക് വരണ്ട കേട്ടാ. ശരി, വച്ചിട്ട് പോ. എനിക്ക് ഈ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് അമ്മ ഏതോ ഒരു കടയിൽ കയറി എന്തോ ഒരു സാധനം മേടിച്ച് ഒരു കൂപ്പൺ കിട്ടി, അതിന് ഫസ്റ്റ് പ്രൈസ് അടിച്ച കാര്യം മുടിയും ചേട്ടന് ലച്ചേച്ചി അമ്മയും കൂടെ അച്ഛനടുത്ത് പറയണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ആ ഫസ്റ്റ് പ്രൈസ് അടിച്ച സാധനം അതെനിക്ക് അച്ഛനോട് പറയാൻ പിന്നെ ഒറ്റരുത്, ദേവി ഇത് ഒറ്റരുത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ എന്നെ അറിയാതെ ഒരു നിവർത്തിയിട്ടല്ലേ കൈ കാലം കുറച്ചിട്ട്. ദൈവമേ എന്തായിരിക്കും പറഞ്ഞിട്ടോടാ കാശു. ഇനി ഒരു മനസ്സാവാനമില്ല. എടി പടവലം കള്ളി ലച്ചിനും മുടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. മുടിയനെ മുടി ഞാൻ കത്തിക്കുന്നു നോക്കിയോ. എല്ലാം കൂടെ ഒളിച്ച് കളിക്കണം. ചിരി, ഈ ചിരിയിലാണ് ഞാൻ മുക്കും കുത്തി വീഴുന്നത്. അവിടെ ചിരി കാള കൂട്ടങ്ങൾ എല്ലാം കൂടെ ഒത്തു കളിക്കാൻ എന്താണെന്ന് അറിയാം. എന്ത് വഴി സന്തോഷ വാർത്ത എന്താന്ന് അറിയാത്തോണ്ടൊരു സമാധാനം ഇല്ലല്ലേ? എനിക്ക് സന്തോഷ വാർത്ത എന്ന് അറിയണം. നമ്മൾ ഒരുപാട് സന്തോഷ വാർത്ത കേട്ടിട്ടുണ്ട്. എന്നാ പറയട്ടെ. പറയണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. കേശവനൊന്നും പറഞ്ഞില്ലേ? ഓ, അവൻ അങ്ങനെ അച്ഛൻ്റെ അടുത്തൊന്നും പറയാണ്ടിരിക്കില്ലല്ലോ. എങ്ങനെ നീക്കെല്ലാം കൂടെ അവനെ എന്നെ മാറ്റി നിർത്തിക്കല്ലേ, ബ്രെയിൻ മാറ്റി നിർത്തിക്കല്ലേ, പിന്നെ എങ്ങനെ പറയണത്? ഓ, നിനക്ക് തരാം. നിനക്ക് ഞാൻ നീയൊന്നും ചെയ്തില്ല. എന്നാ പിന്നെ ആ സന്തോഷ വാർത്ത ഞാൻ പറഞ്ഞേക്കാം. അമ്മ അല്ല, ഇവരോട് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. എന്നാലും പറഞ്ഞേക്കാല്ലേടാ. തീർന്നു. ഉടനെ തീർന്ന് കിട്ടുവാടി, തീർന്ന് ഓളാ. നീ കഴിച്ചപ്പോ പറയണ്ട, പോ, ഇവിടെ ജോലിയുണ്ട്. എന്നാ ഞാൻ പറഞ്ഞേക്കാം. അല്ല, എന്നാ പറയണ്ട. പാറമ്മ എന്തായാലും അമ്മ പറയും. ഇനിയിപ്പോ ഇത്ര ആയ സ്ഥിതിക്ക് പറ. അതെ പറയമ്മ. കണ്ട അവന് വെപ്രാളം കണ്ട. നീ വല്ലതും കൊളുത്തി കൊടുത്താടാ? ഞാൻ എന്ത് കൊളുത്തി കൊടുക്കേ? ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അവന് പിന്നെ അങ്ങനത്തെ സ്വഭാവം ഒന്നും ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് പറയുള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാ പിന്നെ പറഞ്ഞേക്കാം. ഇനിയിപ്പോ അവനും വെപ്രാളം വേണ്ട, അച്ഛനും വെപ്രാളം വേണ്ട. പറഞ്ഞേക്കാം. എന്നാ പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഓഫീസിന്റെ ഇപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഞാനും സുഷ്മയും കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കൂപ്പൺ കിട്ടി. അതിന് 1ാം സമ്മാനം അടിച്ചത് എനിക്കാ. പ്രൈസ് എന്താണെന്ന് വെച്ചാല് ഈ 1.5 പവന്റെ മാലയാണ്. എന്റെ ദൈവമേ, ഇതാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതേ നോക്കിക്കോ. അച്ഛനെ സമ്മതിക്കണം. ഇത്രയും വലിയ വാർത്ത അറിഞ്ഞിട്ട് അച്ഛന് ഒരു മാറ്റവും ഇല്ല. ചേട്ടനല്ലോ, കിളവനല്ലേ. ഇനിയിപ്പോ നോക്കാനൊന്നും നിക്കണ്ട. ഇതങ്ങ് കഴുത്തിലിട്ടോ. എന്നിട്ട് ഇന്ന് വിൽക്കൊന്നും ചെയ്യരുത് കേട്ടോ. അടിപൊളി. വളരെ കാര്യം ചെയ്യ്, ഒരു ഫോട്ടോ എടുത്ത സിദ്ധുവിന് അയച്ചു കൊടുക്കും. ഒന്ന് കാണട്ട്. ഇല്ലേ, ജംഗ്ഷനിൽ പോയിട്ട് വരാം. ഷർട്ടിന്റെ ബട്ടനെ കൂടിയിട്ട് ജംഗ്ഷനിൽ പോയിട്ട് വരാം. അതൊരു കാണട്ടെ. എന്താ കുഴപ്പമെന്താ? സന്തോഷം വന്ന അങ്ങേറ്റം, സങ്കടം വന്ന അങ്ങേറ്റം, ദേഷ്യം വന്നാലോ അതും അങ്ങേറ്റം. എടി, ഞാൻ പച്ചായ മനുഷ്യനാണ്. എനിക്ക് നാട്ടിലില്ല. എന്തായാലും സന്തോഷമായി. കാര്യം അറിഞ്ഞോളാം കേശു. അതെ, ഇത് എൻ്റെ കഴുത്തി കിടന്നത് ശരിയാവില്ല. എൻ്റെ സ്വഭാവം ഇപ്പം മറന്നു പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ അടുത്ത് പണയം വെച്ചളയും. ഇത് നിന്റെ കഴുത്തി കിടക്കട്ടെ. അതാണ് അതിൻ്റെ ഒരു ചേർച്ച.